മാത്രം ചെറിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് 19. ബംഗാളിൽ മാത്രം 19. ഞാൻ പറയുന്ന അക്കം മനസ്സിൽ ഓർമ്മ വേണം. ഇന്ത്യയിൽ ഒന്നാകെ 3-ാം മുന്നണിയുടെ ഇമാമായി നിൽക്കാൻ വന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്തൊട്ടാകെ സീറ്റ് 16. 10-60 കൊല്ലക്കാലം ഒരു രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു പടുകിളവിയാകേണ്ട CPM ഒരു 16-കാരി ചെറുപ്പക്കാരത്തിയായി എങ്ങനെയാണ് മാറിയത് എന്ന് CPM ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമുക്കറിയാം, പിണറായി പോക്കിരിത്തരം കാണിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്താ പിണറായി വിജയൻ സഖാവ് വെളിയത്തോട് പറഞ്ഞത്? വെളിയത്തോട് പറഞ്ഞ മിസ്റ്റർ വെളിയം, ഇത് ഞങ്ങളെ ഓഫീസായി പോയി, അല്ലെങ്കിൽ കാട്ടം തെറിപ്പിച്ചു എന്നല്ല. പിന്നെ ഒരിക്കലെന്താ പിണറായി പറഞ്ഞത്? മിസ്റ്റർ വെളിയം, എന്നേക്കാൾ വയസ്സ് കൂടിപ്പോയി. നമ്മൾ സാധാരണ അങ്ങാടിയിൽ എന്ന് പറയുന്നത് എന്റെ വാപ്പാന്റെ പ്രായം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുന്ന് പറയും എന്ന മാതിരി ഒരു വടായി. യഥാർത്ഥത്തിൽ ഇമാതിരി ഒരു കുഞ്ഞിരായി കൊടുക്കല് മാറ്റിട്ട് പാട്ടി അടുത്ത കാലത്തോട്ട് പൊട്ടിട്ടില്ല. കുറ്റിപ്പുറത്ത് അബ്ദുൽ നാസർ മാദനിയെ കാത്ത് മണിക്കൂറുകളാണ് സഖാവ് പിണറായി ഇരുന്നത്. പിണറായി ചോദിക്കുന്നവരൊക്കെ പിണറായി സാർ, സഖാവ് പിണറായി പ്രസംഗിക്കുന്നില്ലേ? എല്ലാ ഘടകകക്ഷികളോടും മൂപ്പര് പറഞ്ഞത് ഉസ്താദ് വരട്ടെയാണ്. അപ്പൊ ഒന്ന് വല്ല കട്ടില വെക്കാണ്ടെന്ന് വിചാരിച്ചു ഞങ്ങള്. ഉസ്താദ് അങ്ങനെ വന്നു. ഉസ്താദ് വന്നപ്പോ പിണറായി കാണിച്ച ബഹുമാനം ആ ചിത്രത്തിനൊന്നും മായൂല. കണ്ടോ? സ്വന്തം പാർട്ടിയുടെ ഘടകകക്ഷിയല്ലാത്ത ഒരു പാർട്ടിയുടെ, അതും കൊടും ഭീകരനായ ഒരുത്തൻ, ഒരു കാലത്ത് മാർക്സിസ്റ്റുകാര് തന്നെ പിടിച്ച് ജയിലിലടക്കുകയും അവര് പണയം വെച്ച് അവര് തന്നെ വീട്ടിയെടുത്തൊരു മുതല്. അത് കടന്നു വന്നപ്പോ അവര് കാണിച്ച സ്നേഹം നിങ്ങൾ ആലോചിക്കണം. ആ വേദിയിൽ അദ്ദേഹം കാത്തിരുന്നു എന്ന് മാത്രമല്ല, ആ വേദിയിൽ അയാൾ ചെയ്ത പരിപാടി സഖാവ് പിണറായി അബ്ദുൽ നാസർ മാദനിയോട് വലിയ ആദരവാ പ്രകടിപ്പിച്ചത്. മാദനി ഭീകര വിരുദ്ധൻ എന്ന് ആരെ? പിണറായി. മാദനിയ നിങ്ങൾ ഈ ലാവലിനൊന്നും പറഞ്ഞ് ഈ പിണറായി അങ്ങനെ ഇളക്കണ്ട, ആരും പിണറായിയെ തൊടണ്ട. ആകാശം തന്നെ കണ്ട് ഇടിഞ്ഞു വീണാലും അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ പിണറായി ചോദിക്കും, ഞാൻ ഇതൊക്കെ എത്ര കണ്ടവനാണ്. ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജയത്തെ കുറിച്ച് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, അമേരിക്കയുടെ ഏജന്റുമാർ മലപ്പുറം ജില്ലയിൽ വീട് വിടാത്തരം കയറി ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞു, അതന്നെ തോന്നുന്നുണ്ട് പരപ്പനങ്ങാടി, കൂട്ടായി, ഉണ്ണിയാല് ഭാഗത്തൊക്കെ ബർമുടിട്ടിട്ട് കുറെ ആൾക്കാരുണ്ട് കടപ്പുറത്താണ്. എന്തിനപ്പൊ നമ്മൾ തുറക്കുന്നു? അമേരിക്ക ഇടപെട്ടു. പിന്നെ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ UDF സഹായിച്ച ഘടകങ്ങൾ, ഒന്ന് കോടതി, ഒന്ന് ജഡ്ജി, ചാനലുകാര്, പത്രമാധ്യമങ്ങള് എല്ലാം UDF സഹായിച്ചു. സഹായിക്കാതിരിക്കുവോ? 9 കൊല്ലം ജയിലിൽ കിടന്ന ഒരു കൊടും ഭീകരനും 9ാം പ്രതിയായ ഒരു കാട്ടുകള്ളനും ഒരു സ്റ്റേജിൽ ഇരുന്നാൽ ഇപ്പുറത്ത് പിന്നെ മറ്റുള്ളവരൊക്കെ ഒന്നാകാതിരിക്കുവോ? അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കണ്ടത്. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി അബ്ദുൽ നാസർ മാദനി പറഞ്ഞത്, ഞാനും കൂടി ഈ കൂട്ടത്തിലില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ ഗതി ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. അപ്പോൾ ആ CPI പറയുന്നത് അബ്ദുൽ നാസർ മാദനിയെ കൂട്ടിയതാണ് ഇടതുമുന്നണി തോൽക്കാൻ കാരണം. ഉടനെ CPIയോട് മാദനി പറയുന്നു, CPI പൊന്നാനിയിൽ ഞങ്ങളെ കാല് വാരിയിട്ടുണ്ട്. മാദനിയുടെ കാല് ആരാ വാര്യ? അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്താ ഇവർ രാജ്യത്ത് ചെയ്തത്? KT ജലീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് അല്ലെ? KT ജലീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്. ഘടകകക്ഷിയിലെ തലമുട്ടപ്പന്മാരെ മുഴുവൻ ഒഴിവാക്കി. വീരേന്ദ്രകുമാർ എത്ര കാലായി ഈ മുന്നണിക്ക് വേണ്ടി പണിയെടുക്കണം. വെളിയം ഭാർഗവൻ എത്ര കാലായി. LDF എന്ന് പറയുന്ന ബസ് ഇങ്ങനെ പോവാ. ആരാണ് നിയന്ത്രിക്കുന്നത്? അത് നിയന്ത്രിക്കുന്നത് അതിലെ കണ്ടക്ടർ KT ജലീൽ, ക്ലീനർ അബ്ദുൽ നാസർ മാദനി, ഡ്രൈവർ പിണറായി. വണ്ടി പോവുകയാണ്. 10-40 കൊല്ലക്കാലമായി സ്ഥിരമായി ഒരു സ്റ്റോപ്പ് എന്ന് കയറുന്ന 2 തന്താര ഈ പിണറായിയും വെളിയും. കയ്യാട്ടാതെ നിൽക്കലായിരുന്നു സാധാരണ ബസ്.
ആ സാധുക്കൾ കൈ കാണിച്ചു എന്ന് മാത്രല്ല കെ ടി ജലീൽ കണ്ടിട്ട് കാണിച്ചു കൊടുത്തു. അബ്ദുൽ നാസർ മാദനി ഡബിൾ അടിച്ച് വണ്ടി അങ്ങനെ എടുത്തു. നിർത്തണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വോട്ട് PDP യിൽ നിന്ന് കിട്ടും. PDP ക്ക് 50,000. കെ ടി ജലീൽ പറഞ്ഞു കൊടുത്തത്. ആരെ കണ്ടിട്ടാണ് ഈ കണക്ക്? പൊന്നാനിയിൽ അബ്ദുൽ നാസർ മാദനി എന്തെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചൊരു ശക്തി തെളിയിച്ചിട്ടുണ്ടോ? എന്നാ പറയായിരുന്നു. ആരെ കണ്ടാ കെ ടി ജലീൽ കണക്ക് കൊടുത്തത്? പണ്ട് കലന്തൻ ഹാജി എന്ന് പറയുന്ന കോഴിക്കോട്ട് ഒരാളുണ്ടായിരുന്നു.